വിചാരിക്കരുത് നിങ്ങളെ കൈയടിപ്പിച്ചിട്ട് ഞങ്ങൾക്കൊന്നും ലഭിക്കത്തില്ല. പക്ഷെ കൈയടിയുടെ ശക്തി എന്താണെന്ന് ശുശ്രൂഷയിൽ 3-ാം തലമുറയിൽ അനുഭവിച്ച ഒരു മനുഷ്യനെ ഇവിടെ നിൽക്കുന്നത്. ഒരിക്കലും ഒരു ദൈവദാസനായി മാറത്തില്ലെന്ന് അവർ വീരവാദം മുടക്കി എന്നെ തമ്പുരാൻ ഈ പുസ്തകം എടുപ്പിച്ചെങ്കിൽ മാതാപിതാക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, നിങ്ങളുടെ കണ്ണുനീരിന് ശക്തിയുണ്ട്, നിങ്ങളുടെ ആരാധനയ്ക്ക് ശക്തിയുണ്ട്. അവർ ഒരു കൂട്ടം നെക്സ്റ്റ് ജനറേഷനെ, അടുത്തൊരു കൂട്ടം തലമുറകളെ ആത്മാവിൽ കണ്ടുകൊണ്ട് ഈ മീറ്റിംഗുകൾ നടത്തുന്ന അഭിഷേകന്മാരെ ക്രിസ്തുവിൻ നിങ്ങളുടെ പ്രയത്നം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിയിൽ മാനുഷിക കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന കഷ്ടത, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, ഇന്നായിരുന്നെങ്കിൽ മൊബൈലും ഇന്റർനെറ്റും ഫേസ്ബുക്കും ചാറ്റിങ്ങും ഇൻസ്റ്റാഗ്രാമും എന്നൊക്കെ വേണമെങ്കിൽ എഴുതിയെന്നെ, അങ്ങനെ വേണമെങ്കിൽ കൂട്ടിച്ചേർത്ത് തെറ്റില്ല. ഇതിന്റെയൊക്കെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ടെന്ന് പ്രാർത്ഥിക്കുന്ന തലമുറകളെ, മാതാപിതാക്കളെ അകറ്റുന്ന, പ്രാർത്ഥിക്കുന്ന തലമുറകളെ ദൈവകൃപയിൽ അകറ്റുന്ന ഓരോ ഞാൻ നെബൂഖദ്നേസർ രാജാവിനോട് ചോദിച്ചു, അങ്ങക്കെന്താ ആലയത്തിനകത്തിരിക്കുന്ന പാത്രം തന്നെ വേണോന്നൊരാഗ്രഹം? എന്റെ കഞ്ഞു കുടിക്കാൻ നിവർത്തിയില്ലാത്തവനാണോ അങ്ങ്? അവൻ